കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന് പിന്നാലെ ആൺ സുഹൃത്ത് സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദവും കുറ്റബോധവും കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ. രണ്ടുപേരുടെ ആത്മഹത്യകളിലും പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഉയർന്നുവരുന്ന ഒരു സംശയമാണ് ഇരുവരുടെയും ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത്. പോലീസിന് അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ്. കടുത്ത മാനസിക സമ്മർദ്ദം, അതായത് ഈ ചിന്നു ആത്മഹത്യ ചെയ്തതിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദം, അതോടൊപ്പം കുറ്റബോധവും ഇയാളെ ആടിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് ഒരു സംശയം, ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ആ രീതിയിലുള്ള സംശയങ്ങളൊക്കെ പോലീസിനുണ്ടായിരുന്നു. കാരണം വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഈ ചോദ്യം ചെയ്യലിലും സന്ദേശം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞതിന് ശേഷം ഈ ചിന്നുവിന്റെ ആത്മഹത്യയിൽ ഈ ഒരു സന്ദേശത്തിന് പങ്കില്ല എന്ന് കണ്ട് പറഞ്ഞേക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളെ വിളിക്കുകയും കൃത്യമായി അവരോട് പറയുകയും ചെയ്തിരുന്നു, വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അത് ഇത്തരത്തിൽ എത്ര ദിവസം ഇവർക്ക് വീട്ടുകാർക്ക് നോക്കാൻ കഴിയുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ഏതായാലും ഈ സന്ദേശിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കാരങ്ങളൊക്കെ പൂർത്തിയായി. ഇന്നലെ പാറക്കട്ടിയിലുള്ള പൊതുശ്മശാനത്തിലായിരുന്നു ഇന്നലെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇനിയും തുടരും. കാരണം പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും ഈ ചിന്നു ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇവർ ഒരുമിച്ചായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഈ സന്ദേശിന്റെ ഫോട്ടോ വെച്ച് ഈ ചിന്നുവിന്റെ മരണത്തിന് കാരണം സന്ദേശാണെന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സംശയം പോലീസിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ചയോളമായി ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ വാർത്തകൾക്കൊക്കെ അടിയിലും ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ചില സൈറ്റുകളിലുമൊക്കെ ഇത്തരത്തിൽ ചിന്നുവിന്റെ ആത്മഹത്യക്ക് കാരണം ഈ സന്ദേശാണെന്ന തരത്തിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. അത് ഇയാളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം അവസാന നാളുകളിൽ ചിന്നുവിനൊപ്പം കഴിയുന്ന ആ സമയങ്ങളിൽ ചിന്നു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നൊക്കെ ഇവർ തമ്മിൽ കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റബോധത്തിന് ഇടയാക്കിയെന്നാണ്